ഡിസംബർ 28 വ്യാഴാഴ്ച. മത്തായി 2:13-18 വരെ വാക്യങ്ങൾ. ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മൾ ഒരു പ്രത്യേക തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ പൈതങ്ങളുടെ തിരുനാൾ, ചൈൽഡർ മാസ് എന്നും അറിയപ്പെടുന്ന ഇത് ശിശുവായ ഉണ്ണീശോയെ കൊല്ലാനും സ്വന്തം ശക്തി നിലനിർത്താനും ലക്ഷ്യമിട്ടിരുന്ന ഹെറോദസ് രാജാവ് വധിച്ച കുട്ടികളെയാണ് ഇന്ന് സഭ അനുസ്മരിക്കുന്നത്. നിരപരാധികളായ ഈ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിന് പകരം മരിച്ചു. ഓരോ രക്തസാക്ഷിത്വത്തിലും തിന്മയും സങ്കടവുമുണ്ട്. എന്നാൽ ശാശ്വത മഹത്വം രക്തസാക്ഷിയെ കാത്തിരിക്കുന്നു. കൊച്ചുകുട്ടികളെ കൊല്ലുന്നതിനേക്കാൾ ഭയാനകമായ ഒരു കൊലപാതകം നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതിൻ്റെ ഞെട്ടലും ഭയാനകതയും കൊച്ചുകുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും വേദന ആർക്ക് സങ്കല്പിക്കാൻ സാധിക്കും? എന്തുകൊണ്ടാണ് ഇത്ര വേദനാജനകവും ഭയാനകവുമായ ഒരു കാര്യം നാം ആഘോഷിക്കുന്നത്? ചരിത്രത്തിലെ പല മഹത്തായ കഥകളിലും രക്ഷാചരിത്രം ഉൾപ്പെടെ സദ്വൃത്തരായ ആത്മാക്കൾ ഉയർന്ന നന്മയ്ക്കായി തങ്ങളുടെ ജീവിതം ബലിയർപ്പിച്ച് മനുഷ്യരാശിക്ക് മഹത്തായ സേവനം ചെയ്യാൻ തങ്ങളെ തന്നെ അനുവദിച്ചു. അവർ വെറുതെ മരിച്ചില്ല. അവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അവർ എന്ത് കാരണത്താലാണ് മരണപ്പെട്ടത്, അത് നിറവേറുന്നു. സഭയുടെ ആദ്യ രക്തസാക്ഷികളിൽ ചിലരായിട്ടാണ് വിശുദ്ധ പൈതങ്ങളെ നമ്മൾ കണക്കാക്കുന്നത്. അവർ അറിയാത്ത ഒരു ശിശുവിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചപ്പോൾ ആ ശിശു അവർക്ക് വേണ്ടിയും രക്തം ചൊരിഞ്ഞു. യേശു കാരണവും അവനു വേണ്ടിയും വിശുദ്ധ നിരപരാധികൾ മരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അവനിൽ നിറവേറാൻ അവർ തങ്ങളുടെ വിലയേറിയ ജീവൻ നൽകുന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് ഭാര്യയെയും 1.5 വയസ്സുള്ള മകനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ജോസഫിൻ്റെ മനസ്സിലെ ഭയം നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുമോ? ഒരുപക്ഷെ ഹെറോദസിൻ്റെ സൈന്യങ്ങൾ ദൂരെ നിന്ന് വരുന്നത് കേൾക്കാമായിരുന്നു. തങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിനെ പോലെ യേശുവിനെ ഒരു വിദേശ രാജ്യത്തേക്ക് പോകേണ്ടി വന്നു. ഒരു ദിവസം തൻ്റെ ജനത്തിൻ്റെ പലായനത്തെ പുനർജീവിപ്പിക്കുകയും ഇസ്രായേലിൻ്റെ ചരിത്രത്തെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു ഈ പലായനം. ഇപ്പോൾ അവൻ ഒരു അഭയാർത്ഥിയാകുന്നു. അതെ, ഒരു അഭയാർത്ഥി. അവൻ്റെ ജനന നിമിത്തം അമ്മമാർക്കും പിതാക്കന്മാർക്കും മക്കൾ നഷ്ടപ്പെടുകയും രാഷ്ട്രീയ അക്രമങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു അഭയാർത്ഥിയായി യേശു മാറുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിരപരാധികളായ കുട്ടികളുടെ മരണം അല്ലെങ്കിൽ കൊലപാതകം ഇന്നും തുടരുകയാണ്. ഈ ഡിസംബർ 25 വരെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ 22,000 പലസ്തീനികളും ഇസ്രായേലികളും കൊല്ലപ്പെട്ടു. ഇവരിൽ ഭൂരിഭാഗവും നിരപരാധികളായ കുട്ടികളും സ്ത്രീകളുമാണ്. ഈ പ്രത്യേക ദിനത്തിൽ നമ്മുടെ ക്രിസ്മസ് സന്തോഷം ദുഃഖം നിറഞ്ഞതായിരിക്കുമ്പോൾ
സ്വർഗത്തിലെ അവരുടെ മഹത്തായ സ്ഥാനവും നമുക്കെല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന അവിശ്വസനീയമായ സമ്മാനവും ഇന്ന് നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.